Hi friends, welcome to Ammu's Kitchen. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഇന്ന് സൺഡേ അല്ലേ? സൺഡേ എന്ന് പറഞ്ഞാൽ ഒരു മടിയുള്ള ദിവസമാണല്ലോ. പിന്നെ ആണെങ്കിൽ ഈ ഓണത്തിന് മേടിച്ച പച്ചക്കറികളൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പുലാവാണ്. എന്തായാലും ഉണ്ടാക്കേണ്ടത് എന്നാൽ പിന്നെ അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം വൈകിക്കാതെ നമുക്ക് പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ റൈസ് ശരിയാക്കി വെക്കണം. റൈസ് എന്ന് പറഞ്ഞാൽ ഇത് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് അരി ഉണ്ടാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് പച്ചക്കറികളാണ്. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇച്ചിരി കുറച്ച് ഉരുളക്കിഴങ്ങല്ല, ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പച്ചക്കറികളൊക്കെ ഞാൻ കുറച്ച് നേരത്തെ മുമ്പേ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അത് പ്രശ്നമൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് വേവിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇത്രയും പച്ചക്കറി വേണ്ട, ഞാനിതൊന്നും മാറ്റി വെച്ചാണ് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ഇത് ഇത്തിരി മാറ്റി വെച്ചാണ്, എനിക്ക് ഇത്ര മതി. ഓക്കെ, അതിൽ ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പച്ചക്കറിയായിട്ട്. അപ്പോൾ ഇത് ഉള്ള വെജിറ്റബിൾസ് ഏതാണോ അതൊക്കെ എടുക്കാം കേട്ടോ. പനീർ ഉണ്ടെങ്കിൽ എടുക്കാം, മറ്റേ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ എടുക്കാം, എന്ത് വേണേൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് ഇതാണ്, അതുകൊണ്ട് ഞാനിത് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ മസാലയില്ലേ, 2 കഷ്ണം പട്ട, 3 കരാമ്പൂ, 2 ഏലക്ക, ഇച്ചിരി ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം. ഒരുപാട് ഫ്ലേവേഴ്സൊന്നും ഇതിനാവശ്യമില്ല, പുലാവല്ലേ, അത്രയ്ക്ക് ഫ്ലേവേഴ്സൊന്നും വേണ്ട. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി. ഓക്കെ, ഇനി നമുക്ക് കുക്കറിൽ തന്നെ ഇതുണ്ടാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടി നമ്മളൊരു ആദ്യം കുക്കർ വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക, എണ്ണ ഒഴിക്കാം. കുക്കർ ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഇത് നോക്കണേ, ഫ്ലെയിം നോക്കണം, സ്ലിമ്മാക്കി വെക്കണം. പെരിഞ്ജീരകം, 2 ഏലക്ക, 3 കരാമ്പൂ, 2 കഷ്ണം പട്ട. ഓക്കെ, ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ലൊരു മണം വരും, അതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇവിടെ ഈ മസാലാസിൻ്റെ ഫ്ലേവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മസാല ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. നമ്മുടെ ടേസ്റ്റ് ആണല്ലോ, നമുക്കിഷ്ടമുള്ള പോലെയാണല്ലോ. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അര സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അര സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ ഉള്ളി അങ്ങനെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി. നമ്മൾ വേവിക്കാനല്ലേ പോണം. കുക്കറിലിട്ട് നമ്മൾ അരിയൊക്കെ ചേർത്തിട്ട് ഒരു വിസിലടിക്കും. അപ്പോൾ ഇത് വെന്തോളും. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റാൽ പിന്നെ ഇതിലോട്ട് ഉപ്പിടണം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണേ, ഇച്ചിരി ഉപ്പിട്ടാൽ മതി. തൽക്കാലം ഈ ഉള്ളി ഒന്ന് വഴണ്ട വരുന്ന രീതിയിലുള്ള ഉപ്പിട്ടാൽ മതി. ബാക്കി നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുമല്ലോ, അപ്പോൾ ഉപ്പ് നോക്കാം. ഇനി ഇതിൽ ചേർത്ത് ഉള്ളിപ്പോൾ അത്ര ആയിട്ടുണ്ട്, മതി, ഇത്ര ആയാൽ മതി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്. ഓക്കെ, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റാം. നന്നായിട്ട് ഇളക്കാം. ഒന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും അരി സോക്ക് ചെയ്ത് ഇട്ട് വെക്കണം. ഒരു 15-20 മിനിറ്റോളം നമ്മൾ അരി ഒന്ന് കഴുകിയതിന് ശേഷം തന്നെ വൃത്തിയായി കഴുകുക ആദ്യം. എന്നിട്ട് അരി ഒന്ന് ഒരു 20 മിനിറ്റോളം നല്ലോണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ആക്ച്വലി. പക്ഷേ ഞാനതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി. അതാണ് കാര്യം. അപ്പം നിങ്ങളൊന്ന് സോക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സോക്ക് ചെയ്ത് വെച്ചോണ്ട് തെറ്റൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും, അത്രയേ ഉള്ളൂ. സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. മറന്നാലും പേടിക്കണ്ട. മറവി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക, വല്ലാത്ത മറിയായിപ്പോയി. ഇനി ഇതിൽ നമ്മൾ ഒഴിക്കേണ്ടത് വെള്ളമാണ്. വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം. അതാണ് കണക്ക്. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഓക്കെ, 3 ഗ്ലാസ് വെള്ളം പറഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴേ ഇല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ്, 3 ഒരു 3.25 ഇല്ല, 1/4 കുറവ്. ഓക്കെ, അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉപ്പിടണം. ഓക്കെ, ഉപ്പിടണം പറഞ്ഞാൽ ഉപ്പ് രസം എപ്പോഴും ഇച്ചിരി ഒന്ന് മുന്നോട്ട് നിൽക്കണം. ഇപ്പം ഇതിൻ്റെ ഉപ്പ് എത്രയാണെന്ന് ഞാൻ നോക്കട്ടെ. ഹായ് ഒട്ടും ഉപ്പില്ല. ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി നോക്കുക. എന്നിട്ട് ഉപ്പ് വീണ്ടും ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലല്ലോ. അതിന് 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഉപ്പ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. ഇത്രയും നേരം ഞാൻ വെച്ചത് ലോ ഫ്ലെയിമിലാണ്. നമ്മളത് ഫുൾ ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മൂടി വെച്ചാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സ്ലിം ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. വിസിലിടണം. വിസിൽ മാറ്റി വയ്ക്കരുത് കേട്ടോ, വിസിൽ വെക്കണേ. ഇനി ഇതൊരു ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, പിന്നെ സ്ലിമ്മിൽ 1 വിസിൽ. കാരണം ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് 2 വിസിൽ വേണ്ടി വരും. ഓക്കെ, നിങ്ങൾ സോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതിയാവും. അപ്പം ഞാനിതൊരു 2 വിസിൽ അടിക്കുന്നുണ്ട്. നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേണ്ടി വരില്ല, 2 വിസിൽ ധാരാളമാണ്. ചെയ്യാം. നമ്മുടെ കുക്കറിൽ വിസിൽ വരട്ടെ കേട്ടോ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട റായ്ത്ത റെഡിയാക്കണമല്ലോ. റായ്ത്ത റെഡിയാക്കാം. പിന്നെ റായ്ത്ത എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ സാലഡായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ സാലഡൊന്നുമില്ല, സാധാരണ സിമ്പിൾ സാലഡ് ഇത്തിരി വരുന്നുണ്ട്. നീണ്ട വിസിലായി പോയി. ഒരു ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നു. ഇനി നമുക്ക് സ്ലിം ചെയ്യാം. എന്നിട്ട് 1 വിസിൽ കൂടി. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് തൈരൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. പപ്പടം കാച്ചണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുള്ളൂ. വെറുതെ പുലാവ് കൊടുത്താൽ കഴിക്കില്ല. അച്ചാറ് വേണം, ഈ പപ്പടം വേണം, റായ്ത്ത വേണം, പിന്നെ വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ സന്തോഷം, കഴിച്ചോളും.
നമ്മുടെ രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിസിൽ തനിയെ അത് ഇറങ്ങണം. നമ്മളായിട്ട് ഇത് കളയണ്ട. ഒരു 15 മിനിറ്റ് എടുക്കും ഇതിൻ്റെ വിസിൽ പോകാനായിട്ട്. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് എല്ലാം വെന്ത് നന്നായി ഇരിക്കുന്നുണ്ടാവുള്ളൂ. നമ്മളായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഈ 2 വിസിൽ വരുന്ന നേരം കൊണ്ട് ഞാനത് പപ്പടം ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കി വെച്ചു. ഇവിടെ കുപ്പിപ്പാത്രം ഒന്നല്ല കേട്ടോ, ഞങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ ടിഫിൻ ബോക്സും സ്റ്റീൽ പാത്രങ്ങളാണ് സാധാരണ വീട്ടിൽ ഉപയോഗിക്കാൻ എടുക്കാറ്. പിന്നെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ മാത്രമേ കുപ്പികൾ പാത്രം എടുക്കുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സമയമാകുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. ഞങ്ങളിവിടെ ആകെ 3 ആൾക്കാരേ ഉള്ളൂ. ഞങ്ങൾക്കിത് കറക്റ്റാണ്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. കുക്കറിന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുക്കറിന് പണി ചെയ്തോളും. നമുക്ക് നമ്മുടെ പണിയും ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ തനിയെ പോയിട്ടുണ്ട്. ഏതാണ്ട് ഞാനൊരു 10 മിനിറ്റോളം 10 to 15 മിനിറ്റോളം എടുത്തു ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട്. ഓക്കെ, നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. തുറക്കാം. സമാധാനമായി, ശരിയായിട്ട് വന്നു. അതുണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കുഴഞ്ഞിരിക്കണമെന്ന് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും. അരിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ അടിയിൽ നിന്ന് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സാവും. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തൊടാതെ വൃത്തിയായിട്ടിരിക്കും. ഇങ്ങനെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് ഫോട്ടോ കൊടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. എല്ലാവരും ഈ പുലാവൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ ഐറ്റം ഒന്നുമല്ല, സ്ഥിരം ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാനൊന്ന് എൻ്റെ ഒരു വെർഷന് ഞാൻ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാനത് എടുക്കുകയാണേ.